ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എന്തിന് ചെലവഴിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല, ഇപ്പോൾ പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്, മുഖ്യമന്ത്രി എന്നുള്ള പവർ പോസ്റ്റാണ്. ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആര് ഭരിച്ചു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ്. ആ പണം നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ്, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്തരം പിന്തിരിപ്പൻ നയങ്ങൾ തുടരുന്നവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. കേരളം എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ നാടിനെ ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ്. നാളിതുവരെ കേരളം മാതൃകയാകുന്നതും അത്തരം കാര്യം കൂടെ. കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലടക്കം പല വിമർശനങ്ങളും ഇപ്പം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എന്തിന് ചെലവഴിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല, ഇപ്പോൾ പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്, മുഖ്യമന്ത്രി എന്നുള്ള പവർ പോസ്റ്റാണ്. ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആര് ഭരിച്ചു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ്. ആ പണം നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ്, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ള പണത്തിൻ്റെ ഫുൾ കണക്കുകളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് യഥാസ്ഥലത്ത് കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുമുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അത്തരം പിന്തിരിപ്പൻ നയങ്ങൾ തുടരുന്നവർക്കെതിരായിട്ട് ശക്തമായി പോരാടുക തന്നെ അതിനുള്ളൊരു മെസ്സേജും കൂടിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ പല രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴും ഒരു പിന്തുണയില്ലാതിരിക്കുന്ന സമയത്തും കരലുറപ്പോടുകൂടിയാണ് കേരളം ഇതിനെ നേരിട്ടത്. നിപ്പ വന്നാലും ശരി, കോവിഡ് വന്നാലും ശരി, അതോടൊപ്പം തന്നെ പ്രളയം, സമാനതകളില്ലാത്ത പ്രളയം നമ്മൾ കണ്ടതാണ്. ഇപ്പം ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ സംബന്ധിച്ച് സഹിക്കാൻ പോലും പറ്റാത്തതാണ് നമ്മുടെ കയ്യിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പോവുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ മലയാളത്തിലെ സിനിമാ താരങ്ങൾ മമ്മൂട്ടി സാർ ഉൾപ്പെടെ, സിനിമാ താരങ്ങൾ പുറത്തുനിന്നുള്ള സൂര്യ ഉൾപ്പെടെ, അല്ലു അർജുൻ ഉൾപ്പെടെ, ചിരഞ്ജീവി ഉൾപ്പെടെ എത്രയോ പേരാണ് ഇതിനകത്ത് സംഭാവന ചെയ്യുക. അവരൊക്കെ സംഭാവന ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്തരം പിന്തിരിപ്പൻ നയങ്ങൾ തുടരുന്നവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. കേരളം എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ നാടിനെ ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ്. നാളിതുവരെ കേരളം മാതൃകയാകുന്നതും അത്തരം കാര്യങ്ങൾ. ഈ ഏറ്റവും കൂടുതൽ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരു സംവിധായകനാണല്ലോ സിനിമാ മേഖലയിൽ നിന്നുള്ള. അതിനുള്ള അവസരം നമ്മൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികളിലേക്ക് കൊടുക്കുന്ന കാര്യം. അത് വിവാദങ്ങളിലോ ഞാൻ വിവാദം ഉണ്ടാക്കിയ സംവിധാനങ്ങളോ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമപ്രവർത്തനം നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീര് ആഴ്ത്തി ഒരു വലിയൊരു ദുരന്തമാണ്. ആ സമാനതകളുള്ള ദുരന്ത മുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി സോഷ്യൽ കോഴ്സിലൊരു കാര്യം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് എൻ്റെ അഭിപ്രായം. മറ്റു കാര്യങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നു. എന്താണ് അല്ല, ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിലൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും, അതായത് ഷൂട്ടിംഗ് തുടർന്ന സമയത്ത് തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഡബ്ബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ദിവസം കൊണ്ടാണ് പിന്നെ 24 hours കൊണ്ട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇതിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറയാൻ ഇനി ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് കരുതി. ചെറിയ സംഭവം എത്രയായിരുന്നാലും, ഇത് കൊട്ടിഘോഷിക്കപ്പെടേണ്ട സംഭവമല്ല, എത്രയായിരുന്നാലും അത് ചെയ്യുക. ഈ മഹാവിപത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുക, അവർ ചേർത്ത് പിടിക്കുക, ഇതേ പറയാനുള്ളൂ. എന്തായാലും ഇത് ഇങ്ങനൊരു തീരുമാനം എല്ലാവരും കൂടി ഒന്നിച്ച് കൈക്കൊണ്ട ഒരു തീരുമാനമാണോ? അല്ല, ഇത് ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് നടക്കുന്ന സമയമാണ്. ഏകദേശം 12 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നത്. അപ്പോൾ സ്വാസികയാണ് ഇത് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെ കൈലാഷ്, പ്രശാന്ത്, ബിജു സോപാനം, ഷെയ്ൻ സിദ്ദീഖ്, പൊന്നമ്മ ചേച്ചി, മഞ്ജു പിള്ള. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട്, കോട്ടയം നസീർ, കലാഭവൻ ഷാജോൺ, ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ രമേശ് പിഷാരടി ലിസ്ബണിൽ നിന്ന് വിളിച്ചപ്പം നമുക്കിത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യണം എന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയും 24 മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്തു. കൈലാഷ് ഉൾപ്പെടെയുള്ളവരായിരുന്നു അതിൻ്റെ പുറകിൽ, അല്ലേ, ആത്മാർത്ഥമായി തന്നെ നിന്നു. എല്ലാവരും സഹകരിച്ചു. തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. മറ്റൊന്നുമല്ല, ഇത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്.
ഒരു സിനിമയുടെ ഭാഗത്തിൽ താരങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാം നമ്മളത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലവിൽ ഇപ്പം മൂവിയുടെ അപ്ഡേറ്റ് പറയാമോ? മൂവി ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു. ഏകദേശം 55ഓളം ദിവസങ്ങളോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ദുബായിലും പഞ്ചാബിലും തെങ്കാശി, കോട്ടയം, വാഗമൺ, കുട്ടിക്കാനം, ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തത്. 64ഓളം ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഷൈറ്റോപ് ചാക്കോ ഉൾപ്പെടെ, തമിഴിൽ നിന്ന് സമുദ്രക്കണി, വാണി വിശ്വനാഥ്, മുകേഷ് ഏട്ടൻ ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ശിവദ, ദുർഗ കൃഷ്ണ, സ്വാസിക, മഞ്ജു പിള്ള, അനുമോൾ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞു. ഇപ്പോൾ ഡബ്ബിങ് അവസാന സ്റ്റേജിലാണ്. ഒക്ടോബറിൽ റിലീസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. അപ്പോൾ ഒരു